നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 18. ശുകൻ ജനക മഹാരാജാവിനോട് ചോദിക്കുകയാണ്, മറ്റുള്ള ആശ്രമങ്ങൾ പിന്നിട്ട് നേരെ സന്യസിക്കാൻ പോയിക്കൂടെ? അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ജനകൻ വിസ്തരിച്ച് അതിനുത്തരം പറയുകയാണ്. ഇന്ദ്രിയങ്ങൾ വളരെ ശക്തിയേറിയതാണ്. അവയെ നമ്മൾക്ക് നിലയ്ക്ക് നിർത്താനും വളരെ പ്രയാസമാണ്. സന്യാസി ആയ ശേഷം വികാരമുണർന്ന് സുഖത്തിലും മറ്റുള്ള ലൗകിക സുഖങ്ങളിലും എല്ലാം ആശ വന്നാൽ എങ്ങനെയാണ് പിന്നെ നിറവേറ്റാൻ കഴിയുക? അതുകൊണ്ട് അവയെ മനസ്സിൽ അടക്കി നിർത്താൻ വേണ്ടി ക്രമമനുസരിച്ച് ഓരോ ആശ്രമധർമ്മത്തെ സ്വീകരിക്കണം. ക്രമേണ ഓരോ ആശ്രമവും കടന്ന് അതിനെ സ്വാധീനമാക്കണം. അതാണ് വേണ്ടത് എന്ന് ജനകൻ പറയുന്നു. ജനകൻ തന്നെപ്പറ്റി തന്നെ പറയുകയാണ്. ഞാൻ ഈ രാജ്യം ഭരിക്കുന്നവനാണെങ്കിലും ജീവൻ മുക്തനാണ്. എനിക്കൊന്നിനോടും ഒരു ബന്ധവും ഉണ്ടാകുന്നില്ല. എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് അനേകം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ അങ്ങേക്ക് മുക്തനായി തീരാമെന്ന് ശുകനെ അറിയിക്കുന്നു. അനുമാനം കൊണ്ട് ആത്മാവിനെ ഊഹിക്കാനേ കഴിയൂ. ഒരിക്കലും അത് പ്രത്യക്ഷമായി അനുഭവപ്പെടുകയില്ല. ഇന്ദ്രിയങ്ങൾക്ക് അത് വിഷയമല്ലെന്ന് അർത്ഥം. പിന്നെ എങ്ങനെയാണ് ആത്മാവ് ബദ്ധനാവുന്നത് എന്ന് ശുകനോട് ചോദിക്കുന്നു. വീണ്ടും എന്തൊക്കെയാണ് ശുകനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നുണ്ട്. ശ്ലോകം 37. മനസ്തു സുഖദുഃഖാനാം മഹതാം കാരണം ദ്വിജ ജാതേതു നിർമ്മലേ ഹ്യസ്മിൻ സർവം ഭവതി നിർമ്മലം. ബ്രാഹ്മണ, വലിയ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം മനസ്സാണ്. അത് നിർമ്മലമായി തീർന്നാൽ എല്ലാം നിർമ്മലമായി. ശ്ലോകം 38. ഭ്രമൻ സർവേഷു തീർത്ഥേഷു സ്നാത്വാ പുനഃ പുനഃ നിർമ്മലം ന മനോ യാവത് താവത് സർവം നിരർത്ഥകം. ചുറ്റിക്കറങ്ങി സകല തീർത്ഥങ്ങളിലും വീണ്ടും വീണ്ടും സ്നാനം ചെയ്തിട്ടും മനസ്സ് നിർമ്മലം ആവാത്തിടത്തോളം അതെല്ലാം അർത്ഥശൂന്യമാണ്. ശ്ലോകം 39. ന ദേഹോ ന ച ജീവാത്മാ നേന്ദ്രിയാണി പരന്തപ മനയേവ മനുഷ്യാണാം കാരണം ബദ്ധമോക്ഷയോഃ. ഹേ പരന്തപ, ശരീരമല്ല, ജീവാത്മാവല്ല, ഇന്ദ്രിയങ്ങളുമല്ല, മനസ്സൊന്നു മാത്രമാണ് മനുഷ്യരുടെ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. ശ്ലോകം 40. ശുദ്ധോ മുക്ത സദൈവാത്മാ ന വൈ ബധ്യേത കർഹിചിത് ബന്ധമോക്ഷൗ മനസ്സംസ്ഥൗ തസ്മിൻ ശാന്തേ പ്രശാമ്യതി. ആത്മാവ് സദാ ശുദ്ധനും മുക്തനുമാണ്. അതൊരിക്കലും ബദ്ധനായിത്തീരുകയില്ല. ബന്ധമോക്ഷങ്ങൾ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാണ്. മനസ്സ് ശാന്തമായാൽ പിന്നെ ബന്ധമേ ഇല്ല. ശ്ലോകം 41.
ശത്രുർമിത്രമുദാസീനോ ഭേദാ സർവേ മനോഗതാഃ ഏകാത്മത്വേ കഥം ഭേദ സംഭവേദ്വൈതദർശനാത്. ശത്രു, മിത്രം, നിഷ്പക്ഷൻ എന്നീ ഭേദങ്ങളെല്ലാം മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നവയാണ്. രണ്ടെന്ന ഭാവം ഉള്ളപ്പോഴാണ് ഭേദം തോന്നുന്നത്. സകല പ്രാണികളിലെയും ആത്മാവ് ഒന്നാണെന്ന് കണ്ടാൽ പിന്നെ ഭേദബുദ്ധി എവിടെ? ശ്ലോകം 42. ജീവോ ബ്രഹ്മസദൈവാഹം നാത്ര കാര്യവിചാരണ ഭേദബുദ്ധിസ്തു സംസാരേ വർത്തമാന പ്രവർത്തതേ. ജീവൻ ബ്രഹ്മമാണ്. ഞാൻ തന്നെയാണ് ആ ബ്രഹ്മം. ഇതിൽ ഒരു സംശയവും വേണ്ട. ഈ സംസാരത്തിൽ മുഴുകുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് ഭേദബുദ്ധി. ശ്ലോകം 43. അവിദ്യേയം മഹാഭാഗ വിദ്യാ ചൈതന്യവർത്തനം വിദ്യാവിദ്യേജ വിജ്ഞേയ സർവൈദൈവ വിചക്ഷണൈഃ. ആ ഭേദബുദ്ധിയാണ് അവിദ്യ. ഭേദബുദ്ധി ഇല്ലാതാവുന്നത് വിദ്യയും. വിദ്യയെയും അവിദ്യയെയും സംബന്ധിച്ച് വിജ്ഞന്മാർ സദാ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.